വിവേക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. സോ വിവേകും ചിലപ്പോൾ മേ ബി സീസൺ 8 വന്നേക്കാം. കഴിഞ്ഞ സീസണിൽ നമുക്ക് ഇടയ്ക്ക് ഗസ്റ്റ് ആയിട്ടൊരു സീരിയലിന്റെ പ്രൊമോഷനൊക്കെ വന്നിട്ടുള്ള നമ്മുടെ ജീവൻ ഗോപാൽ, ജീവനും മേ ബി ഒരു പക്ഷേ ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഈ സീസണിൽ വരാനായിട്ട്. സോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന പേരുകളിലൊന്നാണ്. പിന്നെ കഴിഞ്ഞ സീസണിൽ നമ്മൾ പറഞ്ഞു കേട്ടൊരു പേരായിരുന്നു പ്രണവ് കൊച്ചുവിൻ്റെത്. പ്രണവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ നിന്ന് തീർച്ചയായിട്ടും നിരവധി പേര് ഈ സീസണിൽ ഉണ്ടാവാൻ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പിന്നെ അടുത്തൊരു പേരാണ് അപർണ തോമസ്. ഈ അടുത്തിടെ ഒരുപാട് ആളുകൾ അപർണ ഈ സീസണിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഒരു പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. പക്ക പ്രഡിക്ഷൻ ആണ്, ചുമ്മാ എറിഞ്ഞ് കുറെ പേരുകൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും അപർണ തോമസിന്റെ പേരും മേ ബി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ലക്ഷ്മി നക്ഷത്ര തീർച്ചയായിട്ടും പല സീസണുകളിലും നമ്മൾ പറയുന്ന പേരുകളിലൊന്നാണ്. ഈ സീസണിലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ ചിലപ്പോൾ സാജൻ സൂര്യ, അദ്ദേഹവും ഒരുപാട് സീസണുകളിൽ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ്. ചിലപ്പോൾ ഈ സീസണിൽ അദ്ദേഹത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും കൂടി വരില്ല, സീരിയൽ അഭിനേതാക്കളിൽ നിന്ന് ചില 1-2 പേര്, വിവേക് ഗോപനോ സാജൻ സൂര്യയോ ഒക്കെ വന്നേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഒരു പക്ക ഒരു മാങ്ങേറിയാണ് നമ്മുടെ സഞ്ജു ടെക്കി, വിവാദങ്ങളുടെ നായകനാണ്. കാറിനകത്ത് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച് ലോകത്ത് റെക്കോർഡിട്ട നമ്മുടെ സഞ്ജു മിക്കവാറും വേണമെങ്കിൽ സഞ്ജുവിനൊന്ന് ബിഗ് ബോസിൽ വന്ന് നോക്കാവുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. സോ സഞ്ജുവും ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സീസണിൽ. നമുക്ക് അറിയാവുന്നതായിട്ട് അറിയാത്ത ഒത്തിരി ആളുകളും ഈ സീസണിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കോമണേഴ്സ് കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ കുറച്ച് പേരുകൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രഡിക്ഷനും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സും ഒക്കെ വീണ്ടും കാണാം.